ഗുഡ് മോർണിംഗ് സുന്ദരീസ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ 3:30 എത്തിട്ടോ. എന്നിട്ട് 4 മണിയായപ്പോൾ ഇറങ്ങി. ഞാനും ഇമ്മക്കുട്ടിയും കൂടെ ഇങ്ങനെ കിടന്നു. അപ്പോൾ ഇമ്മക്കുട്ടി ഇങ്ങനെ കിടന്നുറങ്ങുന്നു, ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ എനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കിടക്കും. കുറച്ചൊക്കെ ഉറങ്ങി. കണ്ണിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് തീരെ ഉറങ്ങാണ്ട്, തീരെ എന്ന് വെച്ചാൽ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടേ. അപ്പോൾ ഇപ്പോൾ അതിന് കുറച്ച് ഭേദം വന്നതായി ഞാൻ കാണുന്നു. ഞാൻ സൂത്രം കാണിച്ചിട്ട് ഒന്ന് ഓപ്പൺ ആക്കോ. ഇത് പാലക്കാട്ടത്തെ കാറാട്ടോ, എസ്റ്റർ. ബാഗും ഒടുക്കും ഒരേ കളർ. അപ്പോൾ എനിക്ക് ഇഡ്ഡലി കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ശബ്ദം ഇപ്പോൾ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചില ഭാഗങ്ങളിൽ ശബ്ദം ഭയങ്കര വിയേർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇഡ്ഡലി കഴിച്ചതാണോ അത് ഇന്നലെ ഞാൻ ഒരു ചാട്ടറ്റ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സേവ് പൂരി അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതല്ല, ഈ ഇഡ്ഡലിയാണെന്ന് തോന്നുന്നു. ഇത് കഴിച്ച് നമ്മൾ കാറിൽ കയറി. പിന്നെ അങ്ങ് എന്തായിരുന്നു കുട്ടി നമ്മുടെ അവസ്ഥ? പിന്നെ നമ്മൾ വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് മുക്കുട്ടിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പറ്റണേ ഉണ്ടായിരുന്നില്ല അവിടെ, ഭയങ്കര തലവേദന. പക്ഷെ ഒരു റൗണ്ട് വോമിറ്റ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഓക്കേഷ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടിയും ഒരു തവണ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഓക്കെ ആയി. പിന്നെ ശരിയാ, എനിക്കായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ട്. ഞാനാണ് ശരിക്കും വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബെറ്ററായി കേട്ടോ. എടാ ഫൈനലി നമ്മൾ എവിടെയാണ്? ഗോവ ആൻഡ് നമ്മൾ കോളേജിലാണ് കേട്ടോ. അയ്യോ ഞാൻ അമ്പലം ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തു. നമ്മളിവിടെ നിന്ന് പോണ സമയത്ത് പണി ബാക്കി ഉണ്ടായിരുന്നു, കുറച്ചും കൂടി പണി ബാക്കി ഉണ്ടായിരുന്നേ കണ്ടോ. അയ്യോ Want me to come back there? No baby, you rest. It's okay ta. I'm coming. Oh shoo, ഞാൻ തളർന്നു ട്ടോ. ലിറ്ററലി ഞാൻ തളർന്നു. I am so excited, like so happy to be back. Are you happy? Yeah. Tired? Sure. എനിക്ക് ആ സേപ്പൂരി കഴിച്ചപ്പോഴേ അറിയായിരുന്നു എന്തോ പ്രശ്നം. എനിക്കിഷ്ടമായത്. Then why did you eat it? Because we can't waste food. പൈസ കൊടുത്ത് മേടിക്കണല്ലേ. Baby amma. Baby. Don't mind the rubber bands on my finger. എവിടെ? There. മുടിയിട്ടുണ്ടേ. I like my hair just. ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നോക്കണ കുറച്ച് പണിയുണ്ട്. എൻ്റെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഏട്ടനും ഒരു കാര്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് പോകും. റിസോർട്ട് എഗെയിൻ ഇവിടെ നിന്ന് ഒരു 1.25 മണിക്കൂർ ദൂരമുണ്ട്. Yeah. You take some rest. കുഞ്ഞു what do you feel? കുഞ്ഞാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. എന്താ തോന്നുന്നത്? എന്താ നമ്മുടെ ബേബിക്ക്? Happy. Home sweet. നീ കൊണ്ടുപോട്ടു. Why are you all excited about the Kanna? അത് കാണുമ്പോ രസല്ലടാ. പിന്നെ നീ നോക്കടാ നമ്മുടെ പാർക്ക്. Yes. I love this place. It's like the place I go.
of something. Where in the world are we going? ബൈ 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 ബൈ. ഈ യാതനകളൊക്കെ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോണ വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പം എനിക്കൊന്നും പ്രത്യേകിച്ച് ഓർഡർ ചെയ്തില്ല. ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഏട്ടൻ ഓർഡർ ചെയ്തിരുന്നു കുടിച്ചു. പിന്നെ ഏട്ടൻ്റെ നിന്ന് ഒരു പിടിച്ചോറ് അത്ര തന്നെ കഴിക്കാൻ പറ്റിയില്ല. 2 ഉരുള കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഞാൻ ആദ്യം അവിടെ തന്നെ വോമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടന്നതാണ്. അതെ, ഇമ്മക്കുട്ടിയൊക്കെ നന്നായി കഴിച്ചു. ഇമ്മക്കുട്ടിക്ക് ഭേദമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഉറങ്ങി, കാറിൽ പിന്നിൽ കിടന്ന് ഉറങ്ങി. പിന്നെ ഉഷാറായിട്ട് കുഴപ്പമുണ്ടായില്ല. ആ ഒരു വോമിറ്റിങ് കൊടുക്കണം നല്ല ഭേദമായി. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന റിസോർട്ട് ലാ കബാനിയാണ്. നല്ല റിസോർട്ടല്ലേ എമ്മക്കുട്ടി. അപ്പോൾ ഇത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ട് മുഴുവൻ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കണം. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നതെല്ലാം നമ്മുടെ റിലേറ്റീവ്സ്, അതുപോലെ പെൺകുട്ടിയുടെ അവരുടെ റിലേറ്റീവ്സാണ്. അപ്പോൾ ആൾ നോർത്ത് ഇന്ത്യനാണ്. പിന്നെ കല്യാണം കഴിക്കാൻ പോണ ആൺകുട്ടി ആണ് എൻ്റെ കസിൻ, അതായത് എൻ്റെ വലിയച്ഛൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ടൊരു മിക്സ്ഡ് കൾച്ചർ വെഡ്ഡിങ് ആയിരിക്കും. ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ നമുക്കുട്ടി? ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പിന്നെ നമുക്കിതാ കോട്ടേജിൻ്റെ ആ ഒരു കീയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ആൾ വന്നിട്ട് ഓപ്പണൊക്കെ ചെയ്ത് തന്നു. അവിടെ ഡെക്കറേഷൻസൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കയറി വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് പറയുക, ക്വാളിറ്റി കുറച്ച് കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 4K മാറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ ഇതേ നമുക്ക് ഗുഡി ബാഗ് ഉണ്ടായിരുന്നു. അന്ന് കുറേ സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കുട്ടി കുറേ എടുത്ത് കഴിച്ചു അല്ലേ മൂ? അതെ, ഭയങ്കര ഹാപ്പി ആയി നമുക്കുട്ടി. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണം അല്ലേ? ഇപ്പം എനിക്ക് നല്ല ഭേദമുണ്ട് കേട്ടോ. അതെനിക്ക് രാവിലത്തെ ഫുഡിൻ്റെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എനിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. എനിക്ക് മൊത്തത്തില്ല ഇപ്പോൾ നല്ലോണം ഉറങ്ങി. ഇപ്പോൾ കാറിൽ കിടന്ന് ഉറങ്ങിയിട്ട് നല്ല ഭേദമുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടി നേരം ഉറങ്ങണം. 6 o'clock പരിപാടി. എന്താ ബേബി? കുട്ടിക്ക് ഇവിടെയൊക്കെ വന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ്. പക്ഷേ നമ്മൾ റിസർച്ച് ചെയ്തപ്പോഴേ ഈ റിസോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എക്സ്ട്രീം സൗത്താ. ഇറ്റ്സ് എ ജെം. ഭയങ്കര അടിപൊളി സെറ്റപ്പ്. എങ്ങനെയുണ്ട് ബേബി? Yeah, I love it. And the beach, the sea is right in front of us. Are you excited? Yeah. I'm about to fall. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടയർഡാണ്. എല്ലാവരും ഭയങ്കര ടയർഡാണ്. കണ്ണൊക്കെ കണ്ടറിയുണ്ടാവും. ചുണ്ടൊക്കെ ഭയങ്കര വരണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് എണീറ്റ് റെഡിയായി പോകാന്നുള്ളതാണ്. നമ്മൾ 5 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. 3 ജോഡിയുടെ ആവശ്യമുള്ളൂ ഒരു സേഫ്റ്റിക്ക്. അപ്പം ഇന്ന് നോക്കണം ഇന്ന് ഏതാ ഇടണ്ടേന്നുള്ളത് നോക്കണം. എന്താണ് നട്ടപ്പുറവയിലാണ്. ഇവിടെ ജിമ്മുണ്ടാവില്ല കേട്ടോ. ഒന്നിലേ ഞാൻ ജസ്റ്റ് നടക്കും, അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സ്ട്രെച്ചസ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചാലഞ്ച് ബ്രേക്ക് ആവും. അത് കൊടുക്കണം, ഇന്നത്തെ കൊടുക്കണം, നിർത്തും. ബ്രേക്ക് ആയ അതെ എത്രയായിട്ട് എന്നെന്താ തോന്നണേ? അത്യാവശ്യം ഞാൻ റൂം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ വാഷ്റൂമും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വാർഡ്രോബും ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കോസി ആയിട്ടുള്ള റൂമാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ പോവായിരുന്നു. ചായ കുടിക്കണം. ജ്യൂസ് ഉണ്ടാവും. സോല ഉണ്ടി എവിടെ? ചായയും പക്കോടയും അതേപോലെ സാൻഡ്വിച്ചും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്കോട എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 21 days ഓഫ് ചാലഞ്ച് ആയതുകൊണ്ട് ഞാൻ
അത് കഴിച്ചില്ല, പകരം സാൻഡ്വിച്ചാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഒരു ഹെൽത്തിയർ വേർഷനാണല്ലോ. ഐ എം റിയലി സോറി കേട്ടോ, എൻ്റെ സൗണ്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ഈ വ്ളോഗ് ഇന്ന് തന്നെ ഉണ്ടെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടശബ്ദം വെച്ചിട്ടാണെങ്കിലും വോയിസ് ഓവർ ചെയ്യണം. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയി. കുട്ടിക്ക് എന്ത് സന്തോഷമായിന്നറിയോ? എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കുറേ മാറി മാറി പഠിച്ചത് കാരണം ഒരു സ്കൂളിലൊക്കെ ഞാൻ ചിലപ്പോൾ 1 വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ആ വിഷമം നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇമ്മക്കുട്ടീനെ അങ്ങനെ മാറ്റിയതിൽ സങ്കടമുണ്ട്. ഇത് ഇത്രയും കാലം കുഞ്ഞുനാളിൽ മുതലേ വളർന്നതല്ലേ ഗോവയിൽ. അപ്പോൾ ഒരു 6 ഇയേഴ്സൊക്കെ ഗോവയിൽ നിന്ന് വളർന്നിട്ട് പെട്ടെന്ന് മാറ്റിയപ്പോൾ, പക്ഷേ അവൾ ഓക്കെയാണ് കേട്ടോ, അവൾ പക്ക ഓക്കെ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ നിൽക്കണോണ്ട്, ഇടയ്ക്ക് മാത്രം ഗോവയിലേക്കൊന്ന് വന്നാൽ മതി, ഐ ഫീൽ ഹാപ്പി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമ്മളിത് റെഡിയായി. അപ്പോൾ നമുക്ക് സംഗീതമാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ കുട്ടി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വന്ന് പഠിച്ചെടുത്ത. പിന്നെ എൻ്റെ ഡാൻസിങ് സ്കിൽസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വളരെ ഗംഭീരമായി ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റി. എല്ലാവരും ലെഫ്റ്റിലേക്കാണ് കാണിക്കണമെന്ന് വെച്ചാൽ ഞാൻ റൈറ്റിലേക്കാവും കാണിക്കേണ്ട. എനിക്ക് എൻ്റെ പൊന്നും എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. എനിക്ക് സ്റ്റെപ്സ് പഠിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതന്നെ അമ്മനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അതെന്തായാലും നീ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇമ്മ പക്ഷെ പെട്ടെന്ന് അഭിരാമി ഇമ്മക്കുട്ടിയുടെ കസിനാണ് കേട്ടോ, എൻ്റെ വല്യച്ഛൻ്റെ മകളുടെ മകളാണ്. അവൾ ഹൈലി ട്രെയിൻഡാണ്. ഇമ്മക്കുട്ടി ആകെ 1.5 വർഷമൊക്കെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബ്രേക്കാണ്. അവൾ കുറേ നാളായിട്ട് പഠിക്കണതാണ്. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചു. പിന്നെ അപ്പുറത്തേക്കുള്ള ചേച്ചി എൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ ഭാര്യ. ചേച്ചി ക്ലാസിക്കൽ ഡാൻസറാണ്, കൊറിയോഗ്രാഫറൊക്കെയാണ് കേട്ടോ. ചേച്ചി എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും നമ്മളപ്പോൾ വന്ന് അപ്പം കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ പ്രാക്ടീസ് ചെയ്ത് കളിച്ചതാണ്. അത് ഒരു തവണയായിട്ട് പ്രാക്ടീസ് ചെയ്യണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ മോളത്തിൽ കളിച്ച് അവിടെയാകുമ്പോൾ നമുക്ക് കളിക്കാം, ആരും നമ്മളെ ജഡ്ജ് ചെയ്യില്ല. അതൊരു അടിപൊളി ഫീലിംഗാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ എന്തായാലും കളിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കിത് ഇങ്ങനെ തോന്നും, അയ്യോ എല്ലാവരും എന്താ വിചാരിക്കുക, അങ്ങനെ പിന്നെ എനിക്ക് തോന്നും. പക്ഷേ ഇത് നമുക്ക് നല്ല ഓളത്തിൽ കളിക്കാം. ഇത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് കേട്ടോ ഡാൻസ് കളിക്കണേ. എല്ലാവരും കണ്ടോ എന്ത് കൂളാ. അങ്ങനെ അപ്പോൾ അവരുടെ കുറേ പെർഫോമൻസും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാവരും കൂടിയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പിക്ക് ചെയ്ത് ചിക്കൻ, ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. പക്ഷെ ഇതൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ഇത്. ഒരു യാത്രയാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇത് കുട്ടികളൊക്കെ ഭയങ്കര ഡാൻസ്, എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു. ഫുഡും ഒക്കെയുള്ള കാരണം ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, കമ്പിത്തിരി വെച്ചിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ. അതൊക്കെ ഇമ്മക്കുട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടികളെല്ലാവരും, കുട്ടികളെന്ന് പറഞ്ഞാൽ ആകെ ഇമ്മക്കുട്ടിയും അബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്കും നല്ല സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രേക്കായിരുന്നു ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട്. അപ്പം ഞാൻ എൻ്റെ കസിനോട് അവനോട് തന്നെ പറയാമായിരുന്നു താങ്ക് യു സോ മച്ച്. ശരിക്കും അവൻ്റെ കല്യാണമാണെന്നെങ്കിലും കണ്ടൻറ്റ് കുറേ ഞാനെടുത്ത് കുറേ കണ്ടൻറ്റ് എടുത്തു. കുറേ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും കഴിക്കണം. അവൻ്റെ സൂപ്പാണ് ഫസ്റ്റ് കുടിച്ചത്. പിന്നെ കുറേ സാലഡ്സും അങ്ങനെയൊക്കെ കഴിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു. എന്ത് രസമായിട്ടാണെന്നറിയോ അറേഞ്ച് ചെയ്തിട്ടുള്ള ഓരോ റൂമും. ഇതിപ്പോൾ ഇവിടെ ഹൽദിക്കുള്ളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിരുന്നു കേട്ടോ പാർട്ടിയുടെ. എല്ലാം നല്ല അടിപൊളിയാണ്. എനിക്ക് ഫുള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു, കുറച്ച് അത്യാവശ്യത്തിന് ടയേർഡായിരുന്നു. പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കല്യാണം. സൂപ്പർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും പാർട്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രി മൊത്തം ഉണ്ട്. ഡിന്നർ ബ്രേക്ക് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടിക്കൊക്കെ നല്ല വേട്ടാക്കാരെന്നല്ല എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കുട്ടിയൊക്കെ നല്ല ടയർഡ്. നമ്മൾ ഇത്ര യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ നമ്മൾ വന്ന് ഫുള്ളൊക്കെ ഫ്രഷായി. ഇനി മിക്കവാറും കിടക്കുകയായിരിക്കും. നമുക്കിട്ട് എപ്പോഴത്തെ തരം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ബൈ. I did. Yay! Good morning. Now I'm mentally stable. Mentally stable ആയതിപ്പോഴും ഇതും വെക്കണം ടേബിളിലേക്ക്. അപ്പോൾ അടിപൊളിയായിട്ട് ഇറങ്ങിയേട്ടാ. അടിപൊളിയായിട്ട് ഇറങ്ങി. ഞാൻ എഡിറ്റിംഗ് ഒക്കെ തീർത്തിട്ട് കിടന്നുറങ്ങി. നമ്മുടെ ഫോണിൽ അധികം സ്പേസ് ഇല്ല, അതാണ് എനിക്ക് ടെൻഷൻ. ഞാൻ മാറ്റാനായിട്ട് ലാപ്ടോപ്പും കൊണ്ടുവന്നിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിനിമം ഫുട്ടേജസ് പക്ഷെ മാക്സിമം കാര്യങ്ങൾ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഏട്ടനും അമ്മക്കുട്ടിയും കൂടെ ബീച്ചിൽ പോവാം. പക്ഷേടാ ഇത് കണ്ടോ ഹൽദിയുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഏട്ടനും അമ്മക്കുട്ടിയൊക്കെ കൂടെ ബീച്ചിൽ പോവാം. ഞാൻ ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് റെഡിയായിട്ട് ഞാൻ പിന്നെ ബീച്ചിൽ പോവും. എങ്ങനെ ഇവിടെ ജിമ്മുണ്ടോയെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 20 minutes വാക്ക് ചെയ്താൽ മതിയല്ലോ. അതല്ലെങ്കിൽ എനിക്ക് ബീച്ചിൽ അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്താലും മതി. അത് നല്ലതായിരിക്കും. അത് മതിയല്ലേ. നമ്മളിപ്പോൾ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. ഏട്ടനും നമ്മക്കൂടി ഞാൻ പറഞ്ഞില്ലേ അവിടെ ഓൾറെഡി ബീച്ചിലുണ്ട്. ആ മതി മതി. ഇമ്മയ്ക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനധികം വിട്ടില്ല. പിന്നെ ഏട്ടൻ പോയി പിടിച്ചിട്ട് വന്നു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അതിങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവില്ലേ, ഓംലെറ്റ്, ഫ്രൂട്ട്സ്, പിന്നെ സാലഡ്സ്, സോസേജ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കുറേ കഴിക്കും കേട്ടോ. പിന്നെ ലഞ്ച് ഞാൻ കുറച്ച് പുറകോട്ടാണ്, ഡിന്നർ ഒന്നും കൂടി പുറകോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുട്ടിക്ക് ഡോണറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഞാൻ സ്വീറ്റ്സൊന്നും അങ്ങനെ കഴിച്ചില്ല കേട്ടോ, ഒട്ടും കഴിച്ചില്ല. പിന്നെ ഹൽദിയുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പോയി, നമ്മൾ ചെക്കൻ്റെ മുഖത്താണ് കേട്ടോ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കണം. പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ മുഖത്ത് മഞ്ഞൾ തേച്ച് കൊടുക്കും. അപ്പോൾ സംഗീതം ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഹൽദി, അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് വെഡ്ഡിങ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് ഹൽദിയിലുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ ഈ ഒരു ബാഗ് ഉണ്ട് കേട്ടോ. ഞാനും കുട്ടി എടുത്തു. അതിൽ ഹൽദിക്ക് വേണ്ട കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗ്ലാസ്സസ് ഉണ്ട്. പിന്നെ നമ്മൾ പൂക്കളൊക്കെ എറിഞ്ഞ് മൊത്തത്തിൽ നല്ല വൈബ് കളറായിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത്തവണ എൻ്റെയും ഈ മക്കുട്ടിയുടെയും ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തന്ന് ഉണ്ണിയാണ്. അവൻ ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ അടിപൊളിയായിട്ട് എടുത്തു തന്നു കേട്ടോ. അവൻ പണ്ടേ എനിക്ക് എടുത്ത് തരാറുണ്ട് വീഡിയോസ് ഇതൊക്കെ, പക്ഷേ ഇത്തവണ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അപ്പോൾ ഞാൻ എന്നിട്ട് അവനോട് പറയുമായിരുന്നു, ഞാൻ വേണമെങ്കിൽ നിന്നെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിട്ട് ഹയർ ചെയ്യാം. പക്ഷെ അവൻ പറഞ്ഞു അവന് താല്പര്യമില്ല. അങ്ങനെ പിന്നെ ഔട്ട്ഫിറ്റിന് നമ്മൾ കുറേ റീൽസും അതേപോലെ തന്നെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടു വെക്കണം കേട്ടോ. പിന്നെ ഈ കസേരകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി കേട്ടോ. സൂപ്പ് കുടിച്ചു ഫസ്റ്റ്. എല്ലാവരും എടുത്ത് ചോദിക്കാൻ എന്തെല്ലാം അവിടെയും പോയി കഴിഞ്ഞാൽ സൂപ്പ് കുടിക്കും. സൂപ്പ് ഹെൽത്തി അല്ലേ. പിന്നെ എനിക്കിഷ്ടമാണ് സൂപ്പ്. സൂപ്പും സാലഡ്സൊക്കെയാണ് കൂടുതൽ കഴിച്ചത്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. കുറച്ച് മാത്രം റൈസ് കഴിച്ചു കേട്ടോ. അങ്ങനെ എനിക്കിങ്ങനെ പുറത്ത് വന്നു വെച്ചാലും ഞാൻ ഉദ്ദേശിച്ചൊരു ഡയറ്റ്, എൻ്റെ ട്രെയിനർ തന്നിട്ടുള്ളൊരു ഡയറ്റ്, അതും അതേപോലെ തന്നെ എക്സസൈസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഹൽദി പരിപാടി കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടോ. റൂമിലെത്തി ഏട്ടനേരം കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കിടക്കണില്ല, ഞങ്ങൾ കുറച്ച് നേരം റൂമിലിരുന്നിട്ട് ഇപ്പോൾ നമ്മൾ ചുമ്മാ ഈ നട്ടപ്പുറ വെയിലത്ത് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക. അയ്യോ കുഞ്ഞു ചെരുപ്പിട്ടില്ലേ, വേണ്ടേ? വേണോ? പോയി എടുക്കണോ? വേണ്ട, എന്തായാലും ഇപ്പൊ ബീച്ചിലേക്കല്ലേ പോണേ. ദേ അമ്മ വേറെ ഇത് ലാസ്റ്റ് ടൈം ശരിയാ. സോ ഹോട്ട്. ഹൽദി എങ്ങനെ ഉണ്ടായിരുന്നടാ? പൊളിപ്പരിപാടിയായിരുന്നു. ഇനിയിപ്പോൾ ശരിക്കും വെഡ്ഡിങ് ആണ് കേട്ടോ. 3 ഫംഗ്ഷൻ, ആക്ച്വലി 5 ഫംഗ്ഷൻസ് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ ഔട്ട്ഫിറ്റ് നമുക്ക് 3 മതി. പക്ഷെ എന്നിട്ടും ഞാൻ 5 എടുത്തിട്ടാണ്, ഇൻ കേസ് വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. വൈബാലേമ്മക്കുട്ടി, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് രസമാണെന്നറിയോ, എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻസ് ഭയങ്കര ഇങ്ങനത്തെ കല്യാണ പരിപാടികളൊക്കെ വരുമ്പോൾ അവരുടെ ഇമേജ് അങ്ങനെയൊന്നും ഒട്ടും ജഡ്ജ് ചെയ്യില്ല. ഡാൻസ് അറിയില്ലേ എന്നൊന്നുമില്ല. ദേ ആർ ലൈക്ക് ഓൾ ഔട്ട് അല്ലേ, എൻജോയിങ് പാർട്ടി വൈബ് അല്ലേ. നമുക്ക് പിന്നെ ഇത്തിരി ഷൈയാ. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ കുഴപ്പമില്ല, പക്ഷെ പണ്ടത്തെ ജനറേഷനൊക്കെ, പണ്ടത്തെ തന്നെ ഈവൻ ഇപ്പം എനിക്ക് മുന്നേ ഈവൻ ഞാനാണെങ്കിൽ പോലും ഐ എം ലൈക്ക് ലിറ്റിൽ ഷൈ. നമുക്ക് ആ ഒരു തരത്തിൽ എക്സ്പോഷറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇത്തവണ നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ ഇമ്മക്കുട്ടി എല്ലാ കോമ്പറ്റീഷൻസിനും
പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ ഇമ്മക്കുട്ടി? lost all of them. ഇറ്റ്സ് ഓക്കെ ബേബി. ഇമ്മക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി, കാരണം എല്ലാവരും വലിയവരെ, ഇമ്മക്കുട്ടി ഒറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു ഇന്നത്തെ. I was the only kid. അപ്പോൾ ഇമ്മക്കുട്ടി I lost everyone of them. അത് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു പാർട്ടിസിപ്പേറ്റ്. എല്ലാവരും എന്നിട്ട് പറയുകയും ചെയ്തു ഇമ്മക്കുട്ടി അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത്. Yeah. And also, it's like someone 29 versus me, a 7-year-old kid. It's not even half. ഓക്കെ, അങ്ങനെ എന്നിട്ട് അടുത്ത ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഒരു പരിപാടിക്കും ഓരോ അറേഞ്ച്മെൻറ്റാണ്. നല്ല രസമാട്ടോ. വെഡിങ് സ്റ്റാർട്ട് ചെയ്യണത് 4:30 അതന്നെ 4 ആയി. പോയി റെഡി ആവണം. പിന്നെ വലിയ കാര്യമുള്ള പരിപാടികളൊന്നുമില്ല. നമുക്ക് മേക്കപ്പ് അങ്ങനെ അധികം ഒന്നും ചെയ്യാനില്ല. കണ്ടോ, സ്മാഷ് ബോക്സിൻ്റെ ലിപ്സ്റ്റിക്ക് രാവിലെ ഇട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടും ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ഡ്രസ്സ് മാത്രമേ വീട്ടിലിടാൻ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ഓൾറെഡി തന്നെ നല്ല ലഗേജ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഡ്രസ്സ് 5 ചൂടിയോളം എടുത്തിട്ട് വന്നു ഞാൻ. അപ്പം അതുകൊണ്ട് വീട്ടിലുള്ള ഡ്രസ്സിന് പിശുക്കി. ഹായ്, നമ്മളിപ്പോൾ സാൻഡ്വിച്ച് കഴിച്ചു കേട്ടോ. ഇമ്മക്കുട്ടി ഒരു കുക്കി എടുത്തിട്ടുണ്ട്. ലുക്സ് ലൈക്ക് ഇമ്മക്കുട്ടി. അപ്പോൾ വെഡ്ഡിങ്ങിൽ ഫസ്റ്റ് തന്നെ ബാരാത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് റിലേറ്റീവ്സ് വന്ന് ഡാൻസ് കളിക്കലും ഒക്കെ ആയിട്ട് കല്യാണക്കുട്ടി കല്യാണ പെണ്ണ് നല്ല രസത്തിൽ കാണാനായിട്ട് ന്യൂഡ് സാരിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി വന്നു. ആൻഡ് വെഡ്ഡിങ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് കാണാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫംഗ്ഷൻ ഈ വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കണ്ടോ, ആ സന്ധ്യ സമയമായിരുന്നു. ഇങ്ങനെ സൺസെറ്റിൽ ആ ഒരു ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാലയിട്ടു, കുറേ റോസ് ഫ്ലവേഴ്സ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. പിന്നെ 2 പേരും ചെക്കനും പെണ്ണും ഇങ്ങനെ വോവ്സ് പറയാമെന്ന് പറയില്ല, അപ്പം അവർ ഫ്യൂച്ചറിനെ കുറിച്ച് അതുപോലെ അവരെങ്ങനെ മീറ്റ് ചെയ്തു, എന്താ തോന്നണേ എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയിലൊന്ന് വന്നതാണ് കേട്ടോ. ഫുഡ് കഴിക്കാനേക്കാട്ടും മുന്നേ ഞാൻ എൻ്റെ നഖമൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഇമ്മക്കുട്ടിക്ക് ആകെ മൊത്തം ഇറിറ്റേഷൻ ആയെന്ന് പറഞ്ഞിട്ട് ഇമ്മക്കുട്ടി ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. ഇമ്മക്കുട്ടിയുടെ ബൂട്ട്സ് നോക്കും, അടിപൊളി ഔട്ട്ഫിറ്റ് അല്ലേ? എനിക്ക് ഭയങ്കര Ammu Lily carries an extra outfit everywhere. ഏട്ടനും മുണ്ട് മാറ്റിയിട്ട് പാൻസ് ആക്കി കേട്ടോ. ഞാൻ എൻ്റെ ഹീൽസ് മാറ്റിയിട്ട് ഷൂസ് ആക്കി. എനിക്ക് നടന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇത്രയും ഇങ്ങനെ ഹീൽസ് ഇട്ടിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞില്ല. ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അപ്പോൾ ലൈവ് ചാർട്ട് കൗണ്ടർ ഉണ്ട്. അപ്പം ഞാൻ ഒരു പാനിപ്പൂരിയെ കഴിച്ചുള്ളൂ കേട്ടോ. കുറച്ചുകൂടി കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും 21 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഡയറ്റ് അങ്ങനെയൊക്കെ നോക്കണത്. അപ്പോൾ പിന്നെ അതങ്ങ് ഫോളോ ചെയ്യാൻ, ബ്രേക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ചു. പിന്നെ അഗെയിൻ വെജിറ്റബിൾസ്, ചിക്കൻ, റൈസ്. എൻ്റെ ട്രെയിനിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയുള്ള ഡയറ്റാണ് കേട്ടോ. എനിക്ക് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റൊന്നുമില്ല, കാരണം ഞാൻ വെയിറ്റ് ലോസ് ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, കൂടുതൽ പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ തിരിച്ചെത്തി. പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളാന്ന് തോന്നുന്നില്ല ഉള്ളിൽ ഏറ്റവും നേരത്തെ വന്ന് സെറ്റിലാവുന്ന ഓൾഡീസ്. അത് ശരി. അവിടെ എന്താന്നറിയോ, ഭയങ്കര വൈബാ. അവിടെയുള്ള ഒരു അടിപൊളിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാ. നമുക്കിനി ഫുള്ള് പാക്ക് ചെയ്യണം. ഇത് ഫുള്ള് പാക്ക് ചെയ്യണം വെച്ചാൽ ആ ഒതുങ്ങിയിരിക്കുന്ന പെട്ടിയില്ലേ, അത് ഏട്ടൻ്റെയാണ്. പിന്നെ കറബറാന്ന് കിടക്കുന്ന പെട്ടികളും പിന്നെ കറബറാന്ന് കിടക്കുന്ന ഡ്രസ്സുകളും എല്ലാം എൻ്റെ ഇമ്മക്കുട്ടിയുടെയാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യണം. ഇപ്പോഴും ഇടാത്തതൊക്കെ ആയിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണം. അതെ. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. പിന്നെ നമുക്ക് വോട്ട് ഐ ഈറ്റിന് ഡേ അല്ല 21 ഒരേപോലെ തന്നെയാണ്. 21 days ചാലഞ്ച് എഡിറ്റ് ചെയ്യണം. ഇത്രയും പണിയുണ്ട്. അപ്പോൾ ഏട്ടനും ഇമ്മക്കുട്ടിയൊക്കെ ഉറങ്ങി കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും കിടക്കും. അപ്പോൾ നമുക്കിനി നാളെ കാണാം. നാളെ നമ്മൾ തിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കോളേജിലേക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.